സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വന്ന വിഷയം അനുഗ്രഹീത ഗായകൻ മുഹമ്മദ് റഫി സാബിൻ്റെ 101-ാം ജന്മദിനാഘോഷം പ്രമാണിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇതിൽ മുഹമ്മദ് വി എം എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു. അനശ്വര ഗായകനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ. അദ്ദേഹത്തിൻ്റെ മാസ്മരിക ശബ്ദം, അദ്ദേഹത്തിനെ കുറിച്ച് നമ്മുടെ ഡയറക്ടർ ഹരിഹരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഹരിഹരന് റഫി സാബിനെ കാണാൻ ആഗ്രഹമുണ്ടായിട്ട് ബോംബെ പോയിരുന്നു. ഹരിഹരനും 1-2 സുഹൃത്തുക്കൾ അങ്ങനെ റഫി സാബിനെ ഇന്ന ദിവസം റെക്കോർഡിംഗ് തിയേറ്ററിൽ കാണുമെന്ന് പറഞ്ഞിട്ട് അവിടെ കാണാൻ പോയി. അങ്ങനെ ആ സമയത്ത് രാവിലെ പോകുമ്പോൾ തന്നെ റഫി സാബ് റെക്കോർഡിംഗ് തിയേറ്ററിൽ നിന്ന് പാട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മലയാളത്തിലെ സംവിധായകൻ വന്നു പറഞ്ഞേരം അകത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ അകത്ത് ഇരുന്നിട്ട് റഫി സാബിൻ്റെ പാട്ട് ഹരിഹരൻ സാറ് കേട്ടു. ഹരിഹരൻ സാറ് പറയുന്നത്, റഫി സാബ് ചുണ്ടാനക്കെന്ന് പാട്ട് വേറെ ഇവിടുന്നോ വരുന്നത്, അത്ഭുത ഗായകൻ എന്നാണ് ഹരിഹരൻ പറഞ്ഞത്. അത്ഭുത ഗായകൻ്റെ സൗണ്ട് ചുണ്ടാനക്കും പാട്ട് അവിടുന്ന് വരുന്നത്. അങ്ങനെ പുറത്തിറങ്ങിയ പാട്ടെല്ലാം കഴിഞ്ഞ ശേഷം റഫി സാബിനെ പരിചയപ്പെടാൻ വേണ്ടി പുറത്ത് നിന്ന് അങ്ങനെ പരിചയപ്പെടാൻ ഇങ്ങനെ മലയാളത്തിലെ ഡയറക്ടറാന്ന് പറഞ്ഞാൽ റഫി സാബ് ഷെയ്ഖാൻ്റെ കൊടുത്തിട്ട് കുറേ മുൻപേ പരിചയമുള്ളതുപോലെ സംസാരിക്കുന്നവർ, ആദ്യമായിട്ട് കാണുന്ന പോലെയല്ല, പണ്ടേ പരിചയമുള്ളൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നവർ. പിന്നെ റഫി സാബിനെ കാണാൻ വേണ്ടിയിട്ട് പണ്ട് ഒരാൾ പോയിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ കഴിയില്ല. അങ്ങനെ സെക്യൂരിറ്റിനെല്ലാം കണ്ട് സംസാരിച്ച് റഫി സാബിനെ കാണാൻ അനുമതി കിട്ടി. അങ്ങനെ റഫി സാബിനെ കണ്ട ഉടനെ ഇയാൾ പോയിട്ട് ഒറ്റ കെട്ടിപ്പിടിച്ചിട്ട് ഇയാൾ റഫി സാബിനെ വിടുന്നില്ല. 5 മിനിറ്റ് വരെ കെട്ടിപ്പിടിക്കുന്നത്. റഫി സാബ് അങ്ങനെ അയാളെ കൈ തട്ടി മാറ്റുന്നില്ല. അങ്ങനെ റഫി സാബിൻ്റെ PA കണ്ടിട്ട് ഓടി വന്നിട്ട് അയാളെ കൈ പിടിച്ച് മാറ്റി. ഇയാൾ പിടിച്ചിട്ട് നടക്കുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിനയത്തെക്കുറിച്ച് പറയുമ്പോൾ അന്ന് ഒരു പത്രക്കാരൻ എഴുതിയത് റഫി സാബിൻ്റെ വിനയം. കാരണം ആ കെട്ടിപ്പിടിച്ച ഇഷ്ടക്കാരനെ തട്ടി മാറ്റിയിട്ടില്ല. പിന്നെ റഫി സാബിനെ കുറിച്ച് ജയേന്ദ്രൻ ചേട്ടനോട് ഒരു പത്രക്കാരൻ ചോദിച്ച്, റഫി സാബിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം നിങ്ങൾക്ക് ഏതാന്ന് ചോദിച്ചു. ജയേന്ദ്രൻ ചേട്ടൻ പറഞ്ഞ്, ഏത് ഗാനമാണ് മോശമായിട്ടുള്ളത്, എന്നാലും ഇഷ്ടപ്പെട്ടത് പറയുന്നുണ്ട്. റഫി സാബിൻ്റെ ഒരു ഗാനവും മോശമല്ല, എല്ലാ ഗാനങ്ങളും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതിൽ നിന്നും തിരഞ്ഞെടുക്കാൻ പ്രയാസമാണ്. എല്ലാ പാട്ടും ഇഷ്ടമാണ്, മോശം പാട്ട് റഫി സാബിനില്ല. അങ്ങനെ പിന്നെ റഫി സാബ് അധികമായിട്ട് പാടുന്നത് ദിലീപ് കുമാറിനും ധർമ്മേന്ദ്രക്കും ജിതേന്ദ്രക്കും ഷമി കപൂറിൻ്റെ പടത്തിൽ 8 പാട്ടുണ്ട്. 8 റഫി സാബിൻ്റെ.